15,000 രൂപയുടെ സാരി 1900 രൂപയ്ക്ക്. ഇൻസ്റ്റഗ്രാമിൽ നടി ആര്യയുടെ ബുട്ടീക്കിലെ ഓഫർ കണ്ടതോടെ പല സ്ത്രീകളും പണം ഓൺലൈൻ വഴി നൽകും. എന്നാൽ പണം വാങ്ങും, പിന്നാലെ നമ്പർ ബ്ലോക്ക് ചെയ്യും. തട്ടിപ്പിനിരയായവർ ബന്ധപ്പെട്ടപ്പോഴാണ് ആര്യയും ഇക്കാര്യം തിരിച്ചറിഞ്ഞത്. തട്ടിപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്നാണ് സൂചന. പണം പോകുന്നത് മരിച്ച ആളുകളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കെന്നും പോലീസിന് വിവരം ലഭിച്ചു. ആര്യയുടെ ഉടമസ്ഥയിലുള്ള ബുട്ടീക്ക് കാഞ്ചീപുരത്തിന്റെ പേരിൽ നിരവധി വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒട്ടേറെ പേർ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രൂപയുടെ പട്ടുസാരി 1900 രൂപയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ആര്യയുടെ ഇൻസ്റ്റഗ്രാമിന്റെ വ്യാജ പേജുകൾ നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. പേജിലെ വീഡിയോകളും ചിത്രങ്ങളും എഡിറ്റ് ചെയ്താണ് വ്യാജ പേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകം ഒട്ടേറെ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം. അപ്പൊ കാഞ്ചീപുരം സിൽക്ക് സാരീസ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു പേജില് ഞങ്ങളുടെ വീഡിയോസ് ആണ്. ഞങ്ങൾ പണ്ട് ഒരു 3-4 വർഷം മുമ്പൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പട്ടുസാരികൾ, അതായത് 15,000, 20,000 അല്ലെങ്കിൽ 13,000, 12,000 ഒക്കെ രൂപ വരുന്ന പട്ടുസാരികളുടെ വീഡിയോസ് എടുത്ത് 1000, 2000, 3000, 1500 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോസ് പബ്ലിഷ് ചെയ്യാണ് ഇവർ ഈ ഫേക്ക് പേജിലൂടെ. അപ്പൊ പെട്ടെന്ന് ഈ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര്, അതായത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ റീൽസിൽ പെട്ടെന്ന് ഇത് വരുമ്പോ ഇവരാരും തന്നെ പറ്റുന്ന പ്രശ്നം, ഇവരാരും തന്നെ ഈ പേജ് കയറി നോക്കുന്നില്ല. ഈ പേജ് ജെനുവിൻ പേജ് ആണോ, ഞങ്ങളുടെ പേജ് തന്നെയാണോ എന്ന് പോലും നോക്കാതെ 1000 രൂപ 2000 രൂപയ്ക്കൊക്കെ സാരി കിട്ടുന്നു, ആണോ കണ്ട ഉടനെ ചാടി വീണ് ഓർഡർ പ്ലേസ് ചെയ്ത് കുറേ പേർക്ക് കുറേ പൈസ നഷ്ടമായി. നടി ആര്യ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഓർഡർ നൽകാനായി ബന്ധപ്പെടാൻ ഫോൺ നമ്പർ ഉണ്ടാകും. വസ്ത്രം വാങ്ങാനായി പേജിലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ പണം അടയ്ക്കേണ്ട QR കോഡ് അയച്ചു കൊടുക്കും. പണം കിട്ടിയതിന് പിന്നാലെ നമ്പർ ബ്ലോക്ക് ചെയ്യും. പണം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വസ്ത്രം ലഭിക്കാതെ വരുമ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. 15ഓളം പേജുകളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചത്. എന്നാൽ 10ഓളം പേജുകൾ തട്ടിപ്പുകാർ വീണ്ടും തുടങ്ങി. നിരവധി പേരാണ് തട്ടിപ്പിനിരയായതായി തന്നെ ദിവസവും വിളിച്ചു പറയുന്നതെന്ന് ആര്യ പറയുന്നു. കുറേ പേര് ഇതിനകത്ത് പെട്ടുപോയി, കുറേ പേർക്ക് പൈസ പോയിട്ടുണ്ട്. അപ്പം ഒന്ന് കെയർഫുൾ ആയിട്ടിരുന്നാൽ ഇതൊരു അവയർനെസ് പോലെ എല്ലാവരും എടുക്കണം. പിന്നെ ഇത്രയും ഈ പട്ടുസാരികളൊന്നും ഈ 1000 രൂപയ്ക്കൊന്നും കിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കിയാൽ നല്ലത്. നമ്മള് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, മെറ്റയ്ക്ക് ഞങ്ങള് കൺസേൺ മെയിൽ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി യു ഗൈസ് ഷുഡ് ഹെൽപ്പ് us by doing a mass report on all these fake pages. That is the only thing you can do, and very important, please make sure that you don't fall for the scam. ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.